ഒട്ടനവധി കണ്ണീരിലൊപ്പുന്ന സമരങ്ങളാണ് നമ്മളെ കേരളം പൂർവ്വസാക്ഷിയായി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി സർക്കാർ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയായ കെ.എൻ. ബാലഗോപാലിനോട് അങ്ങേപ്പടി ഞങ്ങൾക്ക് പറയാനുള്ളത്, വരാൻ പോകുന്ന താൽക്കാലിക ബജറ്റ് 2022 ജാനുവരി ഫെബ്രുവരി മാസത്തിൽ അന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിലെങ്കിലും പത്തനാപുരത്തിന്റെ ടൂറിസം മേഖലയിൽ പുന്നല, കറവൂര്, അല്ലെങ്കിൽ അലുപുക്ക്, ചെമ്പല്ലി, അച്ചമ്പോലിലും അതുപോലെ തന്നെ പത്തനാപുരവും പയ്യന്നൂർ നിയോജകത്തിന്റെ ചെമ്മല ഡാം ഉൾപ്പെടെയുള്ള എല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് ആ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിന് ടൂറിസം മേഖലയിലെങ്കിലും എന്തെങ്കിലും ഒരു പദ്ധതി അങ്ങേക്ക് പൂർത്തീകരിക്കുന്ന ഒരു പത്തനാപുരത്തിനോട് അങ്ങയുടെ പ്രവർത്തന മേഖലയായ പത്തനാപുരത്തിനോടുകൂടി സുരേഖമായി പ്രകടിപ്പിക്കാൻ ആദരണീയനായ ബാലഗോപാൽ മിനിസ്റ്റർ ധനകാര്യമന്ത്രി തയ്യാറാവണം. അതിനുവേണ്ടുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സഹയാത്രികർ അതിനുവേണ്ടുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ച് പൂർത്തീകരിക്കണം. ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലെന്നുള്ള ഞങ്ങൾക്കറിയാം. എന്ത് വരാവുന്ന കൊണ്ട് കാര്യമില്ല. പത്തനാപുരത്തെ ജനത ഇന്ന് അനുഭവിക്കുന്ന റോഡിന്റെ കാര്യത്തിലായാലും വികസന പ്രവർത്തനത്തിന്റെ കാര്യങ്ങളിലായാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. UDF കാലഘട്ടത്തിൽ എത്തിയ കോടതി സമുച്ചയത്തിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലത്ത് ഇന്ന് വരെ ഒരു തറക്കല്ലിടുന്നതിന് പോലും ഇവിടുത്തെ ഈ ഭരണ സംവിധാനത്തിൽ കഴിഞ്ഞിട്ടില്ല. പത്തനാപുരം പഞ്ചായത്ത് കഴിഞ്ഞ കുറേയധികം കാലങ്ങളായിട്ട് ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തിൽ ഇരിക്കുകയാണ്. നമുക്കറിയാം, ഈ പത്തനാപുരത്തെ ഈ വ്യാപാര സമുച്ചയമായാലും പത്തനാപുരത്തിന്റെ ഏത് രീതിയിലുള്ള വികസന പ്രവർത്തനത്തിൽ ഈ പഞ്ചായത്തിൽ നന്ദി കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പൊതു ശ്മശാനത്തിന്റെ കാര്യത്തിലായാലും ഗ്രാമീണ റോഡിന്റെ കാര്യത്തിലായാലും ഒരു മുട്ടുസൂചിയുടെ പോലും അനക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി. ഇതിനെതിരെയുള്ള പ്രതികരണത്തോടുകൂടിയാണ് UDF പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ നിരാഹാരം അനുഷ്ഠിച്ചു, ഒട്ടനവധി പ്രത്യക്ഷ സമരപരിപാടികൾ നടത്തി. എന്നിട്ടും കണ്ണു തുറക്കാത്ത കഴിയാത്ത ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനം. ഇതൊന്നും അറിയുന്നില്ല രീതിയിൽ പോകുന്ന ഒരു കേരള സംസ്ഥാന ഭരണം. ഇതിനെതിരെയുള്ള പ്രതികരണ ശേഷിയുള്ള ഒരു സംവിധാനം എന്ന നിലയിലാണ് UDF പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ പത്തനാപുരം നിയോജകമണ്ഡലത്തിന് അനിവാര്യമാണ്. ഇവിടുത്തെ KSRTCയുടെ വികസനമായാലും ഫോറസ്റ്റ് ഡിപ്പോയിൽ നിന്ന് ആവശ്യമായ സ്ഥലമെടുക്കുന്ന കാര്യത്തിലായാലും ഇവിടുത്തെ തൊഴിൽരഹിതരായ സമൂഹത്തിനെ സംരക്ഷിക്കുന്നതിനായാലും അതുപോലെ തന്നെ ഈ ഭരണ സംവിധാനത്തിൽ നടാതെ നമുക്ക് എടുത്തു പറയാൻ പോകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് യുവാക്കളിൽ ഉണ്ടായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം. ആ ലഹരിയുടെ ഉപയോഗത്തിൽ ഈ രാജ്യത്തിന്റെ തന്നെ നട്ടല്ലായിട്ടുള്ള യുവാക്കൾ ഇന്ന് ലഹരിക്ക് അടിപ്പെട്ടു പോകുന്നു. അതിനൊത്താശ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഇന്ന് വൈകുന്നേരം മുതൽ ഇവിടെ സംഘടിപ്പിച്ച സമരപരിപാടിയുടെ അധ്യക്ഷൻ പത്തനാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പത്തനാപുരം UDF മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനുമായിട്ടുള്ള ഷെയ്ഖ് നവാസ് ഖാൻ, മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്